ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ട്. ആ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ നല്ല എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളായിട്ടൊരു ബിസിനസ്സായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ബിസിനസ്സാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഓൺലൈൻ ബിസിനസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലർക്കും പേടിയാണ്, ഇത് ഫ്രോഡാണോ അല്ലെങ്കിൽ ട്രാപ്പാണോ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ ഇതൊന്നുമല്ല, 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കാരണം ഇതൊരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. തൃശ്ശൂർ നടത്തറയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈറിച്ച് എന്നാട്ടോ ഈ കമ്പനിയുടെ പേര്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൊമേഴ്സിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ വലിയ കമ്പനികളാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ അവിടെ ഒരു സെല്ലിംഗ് ആൻഡ് ബൈയിങ് എഫക്റ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഹൈറിച്ചിനെ വ്യത്യസ്തമാക്കുന്നത് ഹൈറിച്ച് നമുക്ക് തുറന്നു തരുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഹൈറിച്ച് യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ഈ ഒരു ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഹൈറിച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രോസറി ഐറ്റംസ് ആണ്. ഇത് തന്നെയാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ വലിയ കമ്പനികൾ പോലും ഗ്രോസറി ഐറ്റംസ് സെയിൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡെലിവറി ടൈം തന്നെയാണ്. സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷം അത് നമ്മുടെ കൈകളിൽ എത്തുന്നത് 5 to 7 days എങ്കിലും മിനിമം എടുക്കുന്നുണ്ട്. എന്നാൽ ഗ്രോസറി ഐറ്റംസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ലോങ് ആണ്. മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗ്രോസറി ഐറ്റംസ് ഡെലിവറി ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് കൺസ്യൂം ചെയ്യാനുള്ളതാണ്. ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഹൈറിച്ചിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഓരോ താലൂക്കിലും ഓരോ വെയർഹൗസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ളത് 14 വെയർഹൗസുകളാണ് ഹൈറിച്ചിന്. ഹൈറിച്ചിന് ഒരു ഒഫീഷ്യൽ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ www.hirich.in എന്ന് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് പിൻകോഡ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ പിൻകോഡ് ഏതാണെങ്കിൽ അത് എൻ്റർ ചെയ്യുക. നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് താലൂക്കിലാണോ വരുന്നത് ആ താലൂക്കിൻ്റെ അണ്ടറിലുള്ള വെയർഹൗസിലെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് ആ വെയർഹൗസിൽ ഏതെല്ലാം പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, അതിൻ്റെ റേറ്റ് എന്താണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഹൈറിച്ചിൻ്റെ പ്രൈസും അതുപോലെ തന്നെ MRPയും വ്യത്യസ്തമായി തന്നെ നൽകിയിട്ടുണ്ടാവും. എപ്പോഴും ഓപ്പൺ മാർക്കറ്റിലെ പ്രൈസിനേക്കാളും കുറവായിരിക്കും ഹൈറിച്ചിൻ്റെ പ്രൈസ്. കമ്പനിക്ക് കുറഞ്ഞ പ്രൈസിൽ സാധനങ്ങൾ നൽകുവാൻ കഴിയുന്നത് ഹൈറിച്ചിന് ഇടനിലക്കാരില്ല എന്നുള്ളതുകൊണ്ടാണ്. ഡെലിവറി ചെയ്യുന്നത് കമ്പനി ഡയറക്റ്റാണ്. പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്തതിനു ശേഷം സാധാരണത്തെ പോലെ തന്നെ നമുക്ക് ആഡ് ടു കാർട്ടും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അവസാനം ചെക്കൗട്ട് ചെയ്യുക. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയും പാസ്വേഡും ചോദിക്കുന്നതാണ്. അതായത് ഹൈറിച്ചിൽ നിന്നും എന്ത് പ്രോഡക്റ്റും വിലക്കുറവിൽ ലഭിക്കണമെങ്കിൽ ഐഡിയും പാസ്വേഡും മസ്റ്റാണ്. 2 രീതിയിലാണ് നമുക്ക് ഐഡിയും പാസ്വേഡും ലഭിക്കുന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും. കസ്റ്റമറായിട്ട് വരുന്ന ആളുകൾക്കായിരിക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, അതായത് ഓൾറെഡി ബിസിനസ്സിൽ എൻട്രി ചെയ്ത ഒരാൾ ഡയറക്റ്റ് റെഫർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിതൊരു ബിസിനസ്സായിട്ട് ചെയ്യാം. ബിസിനസ്സായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ID നമ്പർ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേഷൻ ചെയ്യുന്നതിനായി ഫസ്റ്റ് പർച്ചേസ് എന്ന സെക്ഷനിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. 750 രൂപ മുതൽ മുകളിലോട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഫസ്റ്റ് പർച്ചേസ് എന്ന സെക്ഷനിലുള്ളത്. സെക്ഷനിൽ ഗ്രോസറി ഐറ്റംസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഷർട്ട്, ചുരിദാർ, ബെഡ്ഷീറ്റ്, ഗംഗാല ടീ പോലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ നിന്നും ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ ID നമ്പർ ആക്ടിവേറ്റ് ആവുകയും ലൈഫ് ടൈം നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് കമ്പനി നമുക്ക് തരുന്ന ഇൻകംസ് എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻലി 3 രീതിയിലാണ് കമ്പനി നമുക്ക് ഇൻകം നൽകുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകമാണ്. ഫോർ എക്സാമ്പിൾ, എക്സ് എന്നൊരാൾ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്തു. ഇതോടെ ഇയാൾക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്നതാണ്. എക്സ് 100 പേരെയാണ് റെഫർ ചെയ്തതെന്ന് വിചാരിക്കുക. കമ്പനി കമ്മീഷൻ തരുന്നതിനായി ഒരു പോയിന്റ് സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു BV എന്ന് പറയുന്നത് 1 രൂപയാണ്. വ്യക്തമായി പറഞ്ഞാൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 1 പോയിന്റ്, 1 കിലോ പരിപ്പിന് 4 പോയിന്റ് എന്നിങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള പോയിന്റുകളെ മാത്രമാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് എന്ന വ്യക്തി എത്ര ആളുകളെ കൊണ്ടുവന്നാലും അവർ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ പോയിന്റ് ആയിരിക്കും കമ്പനി നോക്കുന്നത്. ടോട്ടൽ PVയുടെ 50% എക്സ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ എക്സ് എന്ന വ്യക്തിയുടെ അണ്ടറിൽ ഒരു ദിവസം 10,000 BVയുടെ പർച്ചേസ് നടന്നെന്ന് വിചാരിക്കുക. ഇതിൽ നിന്നും 5,000 രൂപ എക്സ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ്.
5% TDS കട്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ആക്ച്വലി ലഭിക്കുന്നത്. ഇത് എക്സ് എന്ന വ്യക്തിയുടെ ഫസ്റ്റ് ലെവൽ മെമ്പേഴ്സ് ആയിരിക്കും. കാരണം ഈ 100 ആളുകളെ എക്സ് എന്ന വ്യക്തി ഡയറക്റ്റ് റെഫർ ചെയ്തതാണ്. എക്സ് എന്ന വ്യക്തി 100 ആളുകളെയാണ് കൊണ്ടുവന്നതെങ്കിൽ അതിൽ 90 പേർ കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. ബാക്കി 10 പേർ ബിസിനസ് ചെയ്യാനാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ 10 ആളുകളുടെ അണ്ടറിൽ പുതിയ ബിസിനസ് ഉണ്ടാവുന്നതാണ്. ഈ ആളുകൾ എക്സ് എന്ന വ്യക്തിയുടെ സെക്കൻഡ് ലെവൽ മെമ്പേഴ്സ് ആയിരിക്കും. കൂടി വ്യക്തമായി പറഞ്ഞാൽ എക്സ് എന്നാൽ ബിസിനസ്സിൽ എൻട്രി ചെയ്തു, അയാളുടെ അണ്ടറിൽ വൈ വന്നു. അപ്പോൾ വൈ ഫസ്റ്റ് ലെവൽ മെമ്പർ ആയിരിക്കും. ഇവിടെ ബി വിയുടെ 50% ആണ് ലഭിക്കുന്നത്. ഇനി വൈയുടെ അണ്ടറിൽ സെഡ് വന്നു. അപ്പോൾ സെഡ് എക്സിൻ്റെ സെക്കൻഡ് ലെവൽ മെമ്പർ ആയിരിക്കും. ഇവിടെ ബി വിയുടെ 15% ആയിരിക്കും ലഭിക്കുന്നത്. 15. ഇങ്ങനെ 18 ലെവൽ വരെയാണ് റീപർച്ചേസ് ഇൻകം ലഭിക്കുന്നത്. 18ാം ലെവലിൽ ലഭിക്കുന്നത് 0.75% ആണ്. റീപർച്ചേസിൽ നിന്നും ഇൻകം ഏൺ ചെയ്യുന്നതിന് ലിമിറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻകം എന്ന് പറയുന്നത് ഫസ്റ്റ് പർച്ചേസ് ഇൻകം അല്ലെങ്കിൽ ബൈനറി ഇൻകം ആണ്. ഫസ്റ്റ് പർച്ചേസ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിസിനസ് എൻ്റർ ചെയ്താൽ നമ്മുടെ ID 2 സ്ഥലത്താണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് പർച്ചേസിലും അതുപോലെ തന്നെ റീപർച്ചേസിലും. എക്സാമ്പിൾ, എ എന്നൊരാൾ ബിസിനസ്സിൽ എൻ്റർ ചെയ്തു. ഇയാൾ ബി എന്ന വ്യക്തിയെ റെഫർ ചെയ്തു. അപ്പോൾ റീപർച്ചേസിൽ ബി എന്ന വ്യക്തി എയുടെ ഫസ്റ്റ് ലെവൽ മെമ്പർ ആയിരിക്കും. ഫസ്റ്റ് പർച്ചേസിൽ ലെഫ്റ്റ് സൈഡ് മെമ്പറും ആയിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ എ സിയെ റെഫർ ചെയ്താൽ റീപർച്ചേസിൽ ഫസ്റ്റ് ലെവൽ മെമ്പർ തന്നെയായിരിക്കും. ഫസ്റ്റ് പർച്ചേസിൽ റൈറ്റ് സൈഡ് മെമ്പറും ആയിരിക്കുന്നതാണ്. ഫസ്റ്റ് പർച്ചേസിൽ നിന്നും 750 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിയാൽ മാത്രമേ കമ്പനി കമ്മീഷൻ നൽകുകയുള്ളൂ. അങ്ങനെ എ എന്ന വ്യക്തിക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ മെമ്പർ വീതം വന്നു കഴിഞ്ഞാൽ കമ്പനി 200 രൂപ കമ്മീഷനായി നൽകുന്നതാണ്. ഇവിടെ ഈ സെയിം ഓപ്പർച്യൂണിറ്റി ബിക്കും സിക്കും ലഭിക്കുന്നതാണ്. ഇവർക്കും ഇതുപോലെ റെഫർ ചെയ്യാവുന്നതാണ്. ബി ഡിയെയും എഫിനെയും റെഫർ ചെയ്താൽ ബിക്ക് 200 രൂപ ലഭിക്കുന്നതാണ്. സി ജിയെയും എച്ചിനെയും റെഫർ ചെയ്താൽ സിക്കും 200 രൂപ ലഭിക്കുന്നതാണ്. ഇവിടെ എക്ക് ലഭിക്കുന്നത് 400 രൂപയായിരിക്കും. ഒരു സീലിംഗ് ഉണ്ട്, അതായത് ഡെയിലി നമുക്ക് 5000 വെച്ചാണ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മാസം 1.5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഫസ്റ്റ് പർച്ചേസിൽ നിന്നും നേടാൻ സാധിക്കുന്നത്. ആക്ച്വലി നമ്മുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകമാണ്. ഫസ്റ്റ് പർച്ചേസിൽ നിന്നും നമുക്ക് കമ്പനി ഇൻകം തരുന്നത് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് തരുന്ന ഇൻകമാണ്. അടുത്ത ഇൻകം എന്ന് പറയുന്നത് സ്റ്റോർ ഇൻകമാണ്. സ്റ്റോർ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഹൈറിച്ചിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ആമസോണിലേക്കും ഫ്ലിപ്കാർട്ടിലേക്കും ഒക്കെ പ്രോഡക്റ്റ് കൊടുക്കുന്നത് പോലെ നമുക്ക് ഹൈറിച്ചിലോട്ടും കൊടുക്കാവുന്നതാണ്. നമുക്ക് നൽകാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ കെയർ ഓഫിൽ വരുന്ന ആളുകൾക്കും ഹൈറിച്ചിലോട്ട് പ്രോഡക്റ്റ് നൽകാവുന്നതാണ്. അച്ചാർ, ചെരുപ്പ്, ബാഗ് ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ ഒക്കെ നമുക്ക് കമ്പനിക്ക് നൽകാവുന്നതാണ്. നമ്മുടെ അണ്ടറിൽ വരുന്ന ആളുകൾ എന്ത് പ്രോഡക്റ്റ് ആഡ് ചെയ്താലും ഇതിൽ നിന്നും പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ കമ്പനി മാറ്റിവെച്ച് 18 ലെവലിലോട്ട് നൽകുന്നതാണ്. ഓരോ പ്രാവശ്യവും ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെയും റീപർച്ചേസ് പോലെ തന്നെ ലിമിറ്റില്ല, അൺലിമിറ്റഡ് ഇൻകം ആയിരിക്കും നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നത്. വ്യക്തി സോഷ്യൽ മീഡിയയിൽ നിന്നും ഹൈറിച്ചിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഐഡിയും പാസ്വേഡും ചോദിക്കുന്നതാണ്. എന്നാൽ ഈ വ്യക്തി ഹൈറിച്ചിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഐഡിയും പാസ്വേഡും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ചെക്കൗട്ടിൻ്റെ സൈഡിൽ ഫ്രീ രജിസ്ട്രേഷൻ ഐക്കൺ ഉണ്ടാവുന്നതാണ്. അതിൽ ടച്ച് ചെയ്താൽ ഒരു ഫോം വരുന്നതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്സ് എന്നിവ ടൈപ്പ് ചെയ്യുക. ഈ സമയം ഓട്ടോമാറ്റിക്കായി ഒരു റെഫറൽ ID ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഐഡിയും പാസ്വേഡും അദ്ദേഹത്തിന് മെസ്സേജായി ലഭിക്കുന്നതാണ്. ഇനി ഇതായിരിക്കും അയാളുടെ പെർമനൻറ്റ് ഹൈറിച്ച് ID എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ മെമ്പറുടെ റെഫറൽ ID ആയിരിക്കും ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. ഇനി അദ്ദേഹം എത്ര കാലം പർച്ചേസ് ചെയ്താലും BVയുടെ 50%, 50% ഡിജിറ്റൽ മെമ്പർക്ക് ലഭിക്കുന്നതാണ്. ഡിജിറ്റൽ മെമ്പർ ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് പർച്ചേസിൽ നിന്നും ഒരു പ്രാവശ്യം 15000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനെയും കമ്പനി നൽകുന്നത് ഡിജിറ്റൽ മെമ്പേഴ്സിനാണ്. അതായത് ടോട്ടൽ 100 ഡിജിറ്റൽ മെമ്പേഴ്സാണ് കമ്പനിക്കുള്ളതെങ്കിൽ ആദ്യം വരുന്ന ഒരു കസ്റ്റമറെ എക്ക് കൊടുത്താൽ അടുത്തത് ബി എന്ന വ്യക്തിക്ക് നൽകുന്നതാണ്. അങ്ങനെ 100 പേർക്കും 1 by 1 ആയി കൊടുക്കും. അതിനുശേഷം വീണ്ടും റൊട്ടേഷനായി എയിൽ തന്നെ തിരിച്ചെത്തും. സോഷ്യൽ മീഡിയയിലൂടെ 10 ലക്ഷം ആളുകളാണ് വന്നതെങ്കിൽ എല്ലാവർക്കും 10000 കസ്റ്റമേഴ്സിന് നൽകുന്നതാണ്.
ഈ 10 ലക്ഷം കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ 50% BV ഒരു പൂളിലോട്ട് മാറ്റുന്നതാണ്. അതിൽ നിന്നും എല്ലാ ഡിജിറ്റൽ മെമ്പേഴ്സിനും ഒരുപോലെ ഈക്വൽ എമൗണ്ട് നൽകുന്നതാണ്. ബാക്കി 50% 17 ലെവലിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനിക്ക് വേറൊരു കമ്മീഷൻ സിസ്റ്റം കൂടിയുണ്ട്. അതായത് ഓൾറെഡി ബിസിനസ്സിലുള്ള ഒരു വ്യക്തി കമ്പനിക്ക് ഒരു ഡിജിറ്റൽ മെമ്പറെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കമ്പനി ഒരു 3300 രൂപ മാറ്റിവെക്കുന്നുണ്ട്. അതിൽ 3000 രൂപ മുകളിലോട്ടും 300 രൂപ താഴോട്ടുമായിരിക്കും നൽകുന്നത്. ഇതിൽ 3000 രൂപയുടെ 50% ഡിജിറ്റൽ മെമ്പറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നൽകുന്ന വ്യക്തിക്ക് നൽകുന്നതാണ്. ബാക്കി 1500 രൂപ 17 ലെവലിലോട്ടും ഡിവൈഡ് ചെയ്തു കൊടുക്കുന്നതാണ്. ബാക്കി 300 രൂപ ഈ വ്യക്തി ആക്ടിവേഷൻ ആക്കിയ മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഇയാൾ കമ്പനിക്ക് നൽകിയ ഡിജിറ്റൽ മെമ്പറിൻ്റെ അണ്ടറിൽ വരുന്ന BVയുടെ 15% ലഭിക്കുന്നതാണ്. ഇതുപോലെ എത്ര പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും സെപ്പറേറ്റ് ആയി ഓരോ ഡിജിറ്റൽ മെമ്പറിൽ നിന്നും 15% ലഭിക്കുന്നതാണ്. ഇയാളെ റെഫർ ചെയ്ത ആൾക്ക് 10% ലഭിക്കുന്നതാണ്. ഇതാണ് ഹൈറിച്ചിൻ്റെ ഡിജിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഹൈറിച്ചിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയാം. ഒരാൾ 3 പേരെ ഡിജിറ്റൽ മെമ്പറായി റെഫർ ചെയ്താൽ ബ്രൗൺസിൽ വരുന്നതാണ്. ബ്രൗൺസിൽ വന്നാൽ ഒരു കുമരകം ട്രിപ്പാണ് ലഭിക്കുന്നത്. 3 പേരെ ബ്രൗൺസിൽ എത്തിച്ചാൽ സിൽവറിലോട്ട് എത്തുന്നതാണ്. അത് നെല്ലിയാമ്പതി ട്രിപ്പാണ് ലഭിക്കുന്നത്. 3 പേരെ സിൽവറിലോട്ട് എത്തിച്ചാൽ ഗോൾഡിലോട്ടാണ് എത്തുന്നത്. ഗോൾഡിൽ എത്തിയാൽ ഊട്ടി ട്രിപ്പാണ് ലഭിക്കുന്നത്. ഗോൾഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റോയൽറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് എവിടെ കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടന്നാലും അതിൽ നിന്ന് 100 രൂപ കമ്പനി മാറ്റിവെക്കുന്നതാണ്. അത് ഈ ഗോൾഡിൽ എത്തിയ മെമ്പേഴ്സിന് ഈക്വലായി നൽകുന്നതാണ്. 3 മെമ്പേഴ്സിനെ ഗോൾഡിൽ എത്തിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റിനത്തിലാണ് എത്തുന്നത്. പ്ലാറ്റിനത്തിൽ ഒരു ഗോവ ട്രിപ്പാണുള്ളത്. അതുപോലെ തന്നെ എഗെയിൻ 100 റുപ്പീസ് മാറ്റിവെക്കുന്നുണ്ട്. അത് പ്ലാറ്റിനം മെമ്പേഴ്സിന് ഈക്വലായി നൽകുന്നതാണ്. 3 പേരെ പ്ലാറ്റിനത്തിൽ എത്തിച്ചാൽ സഫയറിൽ എത്താവുന്നതാണ്. സഫയറിൽ എത്തിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണാണ് ലഭിക്കുന്നത്. അവിടെയും 100 രൂപ മാറ്റിവെച്ച് ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നതുണ്ട്. അടുത്തത് ഒരു മലേഷ്യ ട്രിപ്പാണ്. നെക്സ്റ്റ് ഒരു ദുബായ് ട്രിപ്പാണ് വരുന്നത്. അതിനുശേഷം റോയൽ എൻഫീൽഡ്, പിന്നെ ഒരു കാറ്, ഫുൾ പെയ്ഡ് കാറാണ്. അതുപോലെ തന്നെ ഒരു പ്രീമിയം കാറും വരുന്നുണ്ട്. 11ാമതായി എത്തുന്നത് ഡയമണ്ടിലോട്ടാണ്. ഡയമണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ 1.5 കോടിയുടെ വില്ലയാണ് ലഭിക്കുന്നത്. ഇതുപോലത്തെ 18 അച്ചീവ്മെൻറ്റ്സ് ആണ് കമ്പനി ടോട്ടലായി നൽകുന്നത്. 18ാമത്തെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് 100 കോടിയുടെ എസ്റ്റേറ്റ് ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും കൊമേഴ്സും ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഈ ഒരു ബിസിനസ് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും പെട്ടെന്ന് ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാവുക.